ഹലോ ഫ്രണ്ട്സ്, പാൽ കൊടുക്കാൻ ഇച്ചിരി ഒന്ന് ലേറ്റ് ആയപ്പോഴത്തേക്ക് നെഞ്ചത്തേറി ഇരിക്കുന്നതാണ് നിങ്ങളാ കണ്ടത്. രാവിലത്തെ ഫസ്റ്റ് റൗണ്ട് പാലോട് കഴിഞ്ഞ് വാവക്കൂട്ടിന് ഉറക്കെ അമ്മ വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ ഞാൻ നേരെ രാവിലെ തന്നെ ജിമ്മിലേക്ക് വിട്ടു. ഇന്നൊരു ചെസ്റ്റ് ഡേ ആയിരുന്നു. അത്യാവശ്യം നല്ല വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും വാവക്കൂട്ട് എന്താ മുട്ട കഴിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ അപ്പാപ്പിന്റെ എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട്. രാവിലെ ഒരു വർക്കിന്റെ ആവശ്യമായിട്ട് ഫ്രണ്ടിനെ കൂട്ടി ഇന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ദോശയും സാമ്പാർ ആയിരുന്നു. ഒന്നും നോക്കിയില്ല, ആൾക്കൂട്ടി രണ്ട് പിടിയും പിടിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ വാവക്കൂട്ട് ചായ കൊണ്ട് ടാറ്റൊക്കെ പറഞ്ഞ് തന്നെ വിടുകയാണ് കേട്ടോ. നോർമലി നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും കുട്ടികൾ ചെറിയ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാകും. പക്ഷേ വാവക്കൂട്ടിന് അങ്ങനെയൊന്നുമില്ല. അമ്മ വീട്ടിലുള്ളതുകൊണ്ടാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും വാവക്കൂട്ടിന്റെ പുതിയ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലേ, തെങ്ങൊക്കെ മാറിയിട്ട് തെങ്ങിന് തടം വെട്ടിയ പോലെ ഉണ്ട് പുതിയ ഹെയർ സ്റ്റൈൽ. എന്തായാലും 1.5 മണിക്കൂർ അമ്മ ഇതിന്റെ പിറകെ നിന്നിട്ടുണ്ടാവും. ലഞ്ചിന് കൂടെ അർജുനും ഉണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോഴേക്കും ഒരാൾക്ക് ഭയങ്കര മൂഡ് ഓഫ്. പിന്നെ ഞങ്ങൾ വാവേനെ കിട്ടുന്ന പുറത്തിറങ്ങി. വാവയുടെ പുതിയ സ്റ്റൈൽ നല്ല രസമുണ്ടല്ലേ, ആ ജാക്കറ്റും ആ ഹെയർ സ്റ്റൈലൊക്കെ കൂടെ ചേർത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട്. ലൈഫിൽ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്ന കാര്യമില്ല. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴത്തേക്ക് ഒന്ന് പുറത്തു പോകാൻ കുറച്ച് ഫ്രഷ് എയർ കൊള്ളുക, ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങി ടൈം സ്പെൻഡ് ചെയ്യുന്ന നല്ല അടിപൊളിയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് 11:30 കേട്ടോ. ഏകദേശം 1 മണിയായപ്പോഴാണ് ഞങ്ങൾ തിരിച്ചെത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മൂഡ് ഓഫ് ഒക്കെ മാറി നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. സോ ഗൈസ്, ടാറ്റാ.